പാലക്കാട് ഒറ്റപ്പാലത്ത് പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന വൻ കവർച്ച. 5 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഡയമണ്ട് പതിപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയെന്നാണ് പരാതി. ചേച്ചിയാണ് ഈ വീടിൻ്റെ ഓണർ. അവരിപ്പോൾ സൗദി അറേബ്യയിലാണ്. 2 ആഴ്ച മുന്നേ ഇവിടെ ആൾത്താമസമായിരുന്നു. ഇന്ന് KSEBയുടെ ബില്ല് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെല്ലച്ചിനോട് വന്നത്. ആ സമയത്ത് ഗേറ്റ് തുറന്ന് ഡോറ് തുറക്കാൻ നോക്കിയ സമയത്താണ് ഡോറ് ഓപ്പൺ ചെയ്ത് കിടക്കുന്നത്. പിന്നീട് വീടിനകത്ത് കയറിയപ്പോൾ എല്ലാ കബോർഡുകളിലും സാധനങ്ങൾ വലിച്ചിട്ടിട്ടുണ്ട്. കബോർഡിലുള്ള ഒരു റിങ്ങും അതേമാതിരി ചെയിനും നഷ്ടപ്പെട്ടായി അറിയാൻ കഴിഞ്ഞു. വീട് മൊത്തം പരിശോധിച്ചതിൻ്റെ എല്ലാ റൂമുകളിലും അലങ്കോലമായിട്ടിട്ടുണ്ട്. ഫ്രണ്ട് ഡോറും തകർന്നിരിക്കുകയായിരുന്നു. ആയിഷത്തുൽ ഷംന പാലക്കാട് നിന്ന് ചേരുകയാണ്. ഷംന, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? 5 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഡയമണ്ട് പതിപ്പിച്ച ആഭരണങ്ങൾ ഉൾപ്പെടെ മോഷണം പോയതായാണ് ഇപ്പോൾ വീട്ടുകാർ പരാതി പറഞ്ഞിരിക്കുന്നത്. ഈ വീട്ടിൽ CCTV ഉണ്ടായിരുന്നില്ലേ? എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്? പ്രവിത, ശ്രീനന്ദനത്തിൽ നന്ദകുമാറിന്റെ വീട്ടിലാണ് ഈ മോഷണം നടക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി നന്ദകുമാറും കുടുംബവും വിദേശത്താണ് താമസം. ഇതേ തുടർന്ന് ഈ വീടും പരിസരവും ഒക്കെ നന്ദകുമാറിന്റെ ഭാര്യ, പിതാവും അമ്മയുമാണ് ശ്രദ്ധിച്ചു പോരുന്നത്. ഇടയ്ക്കിടെ അവർ വന്നാണ് ഈ വീട് വൃത്തിയാക്കലും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അങ്ങനെ ജനുവരി 1-ന് ഈ വീട് സന്ദർശിച്ചു പോയതാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഈ മോഷണ വിവരം പുറത്തറിയുന്നത്. ഇന്നലെ ഈ നന്ദകുമാറിന്റെ ഭാര്യ, പിതാവ് കറണ്ട് ബില്ല് വന്നു എന്നറിയാൻ വേണ്ടി വീട്ടിലേക്ക് വന്നതാണ്. ആ സമയത്താണ് വീട് കുത്തി തുറന്ന് ഇട്ടിരിക്കുന്ന നിലയിൽ, മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന നിലയിൽ കാണുന്നത്. തുടർന്ന് ഈ അകത്തുള്ള മുറിയുടെ അലമാര കുത്തി തുറന്ന് അതിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ കവർന്നതായും കണ്ടെത്തുകയായിരുന്നു. 5 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളാണ് കവർന്നിട്ടുള്ളത്. ഒരു മാലയും മോതിരവും അടക്കമുള്ള ആഭരണങ്ങളാണ് കവർന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് എപ്പോൾ നടന്നു, ഏത് ദിവസമാണ് ഈ കവർച്ച നടന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഈ വീട്ടിലെ മറ്റ് CCTVകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി സമീപത്തുള്ള CCTVകൾ അടക്കം കേന്ദ്രീകരിച്ചായിരിക്കും പോലീസിന്റെ ഒരു പരിശോധന ഉണ്ടാവുക. എന്നാലും ഈ കുടുംബം ഇപ്പോൾ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഈ പോലീസും അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഒക്കെ ഈ സ്ഥലത്തെത്തി പരിശോധന തുടരുകയാണ്. എന്തായാലും വലിയൊരു കവർച്ചയാണ് നടന്നിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഈ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് ഇവർക്കുള്ളത്. വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.